പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊണ്ടതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ്, ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊണ്ടതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ്, ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊണ്ടതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ്, ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊണ്ടതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ്, ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്.
കൊണ്ടുവന്നതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊണ്ടുവന്നതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊണ്ടുവന്നതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊണ്ടുവന്നതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊണ്ടുവന്നതിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്.
അപ്പൊ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊറോണത്തിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ് എന്ന നിലയിൽ കൊറോണത്തിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് എപ്പോഴാണ് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്കും 2038 ഏഷ്യൻ ഗെയിംസ് ഇത് മൂന്നും തുടർച്ചയായി ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെർമനന്റ് ഓഫീസ്